Hi all, good afternoon. അപ്പോൾ ALP എക്സാം ഡേറ്റ് ഒക്കെ വന്നു. ഇനിയുള്ള ദിവസങ്ങൾ ഏത് രീതിയിലാണ് തയ്യാറായാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റും, അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കുന്നതും. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും നല്ല രീതിയിലൊക്കെ പഠനം ഉഷാറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് തയ്യാറാകുന്നവർക്കായിട്ട് നമ്മൾ Adda247 മലയാളവും ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഒക്കെ ലൈവാണ്. ലൈവ് പറ്റാത്തവർക്കായിട്ട് റെക്കോർഡഡ് വീഡിയോ, മോക്ക് ടെസ്റ്റും റിവിഷനും ഒക്കെ ഉണ്ട്. അങ്ങനെ RRB, ALP, RPF, JAIIB ഇതിന് മൂന്നുമായിട്ടുള്ള CBT1 റിവിഷൻ ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കുമ്പോൾ 1464 രൂപയ്ക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ALPയുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് എക്സാം നടക്കാൻ പോകുന്നത് 25/11/2024 മുതൽ 29/11/2024 വരെയാണ് ALP എക്സാം നടക്കുന്നത്. അതായത് നവംബർ മാസമാണ് എക്സാം നടക്കാൻ പോകുന്നത്, 25/11. അപ്പോൾ എക്സാമിനായിട്ട് ഇനി നമ്മുടെ മുന്നിലുള്ളത് ഒരൊറ്റ മാസമാണുള്ളത്. നിങ്ങൾക്കറിയാം CBT1 അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്രൈറ്റീരിയ നമ്മൾ പാസ്സായി. CBT2 എഴുതാനുള്ള ക്രൈറ്റീരിയ നമ്മൾ പാസ്സായി. അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ RRB, ALP CBT1 എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് അതെന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്, മാത്സ് 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്, ദെൻ ജനറൽ അവയർനെസ്സും കറണ്ട് അഫേഴ്സും കൂടെ ചേർന്നിട്ട് 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്, ജനറൽ സയൻസ് 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്. സോ 75 ക്വസ്റ്റ്യൻസ് 70 മാർക്ക്, 60 മിനിറ്റ് ആണ് CBT1 എക്സാം ടൈം. അപ്പോൾ ഈ ഒരു CBT1 ക്ലിയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ക്ലിയർ ചെയ്തു, അവരൊരു കട്ട് ഓഫ് വെച്ചു. അത് ക്ലിയർ ആയി കഴിയുമ്പോൾ മാത്രമേ നമ്മൾ CBT2 പോകുള്ളൂ. അവിടെയും ഈ പറഞ്ഞ ജനറൽ ഇൻ്റലിജൻസും കറണ്ട് അഫേഴ്സും, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, മാത്തമാറ്റിക്സ്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്, നമ്മുടെ ട്രേഡ് റിലേറ്റ് ചെയ്ത ടോപ്പിക്കുകളൊക്കെ വരുന്നുണ്ട്. എങ്കിലും ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, അതുപോലെ ജനറൽ അവയർനെസ്, കറണ്ട് അഫേഴ്സ്, ഇതൊക്കെ നമ്മൾ CBT1 എന്തു പഠിക്കുന്നു അത് തന്നെ CBT2 പോകുമ്പോൾ കുറച്ചൊന്ന് ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അത് ശരിക്കും എക്സാമിന് 1 മാസമേ ഉള്ളൂ. നമുക്ക് ചിലപ്പോൾ മേ ബി നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നാൽ നമ്മൾ ചെയ്യുമായിരിക്കും. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? പ്രാക്ടീസ്. ഈ ഒരു സമയത്ത് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് മാക്സിമം സ്പീഡ് നമുക്കുണ്ടാക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു എക്സാം സമയത്ത് ക്വസ്റ്റ്യൻസ് കണ്ട് നമ്മൾ അതിലേക്ക് ഫെമിലറൈസ് ആവണം. അതല്ലാതെ വലിയൊരു സിലബസ് ഫുള്ള് ഇനിയും പഠിച്ചു കഴിയാനൊന്നും നമുക്ക് പറ്റില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകൾ എടുക്കുക, അതിൽ പഠിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതുവഴിയേ നമുക്കിനി CBT1 ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർക്ക്. അപ്പോൾ CBT1 ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ടൈം കിട്ടും. അപ്പോഴേക്കും നമുക്ക് CBT2 പ്രിപ്പയർ ആവാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താണോ പഠിച്ചാൽ ട്രേഡുമായി ബന്ധപ്പെട്ട് കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ദെൻ അതുപോലെ ഈ മാത്സും റീസണിങ്ങും ദെൻ കറണ്ട് അഫേഴ്സും ഒക്കെ ഇവിടെ പഠിച്ചത് തന്നെ കുറച്ചും കൂടി ഡെപ്തിൽ അങ്ങോട്ട് പോകുമ്പോൾ പഠിച്ചാൽ മതി. ആ ഒരു ഡിഫറൻസ് ഉള്ളു. അപ്പോൾ ഇതിനൊക്കെ തയ്യാറാകുന്ന നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ Adda247 മലയാളവും ഇതിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ബാച്ച് ഒന്ന് നോക്കാം. നേരെ ഗൂഗിളിൽ ചെല്ലുക, Adda247 മലയാളം നോക്കുക. അവിടെ നമ്മുടെ RRB, ALP അതായത് റിവിഷൻ ബാച്ച് കാണാം. CBT1 ബേസ് ചെയ്തിട്ടുള്ള ബാച്ചാണ് RRB, ALP, അതുപോലെ RPF, JAIIB ഇതിൻ്റെ 3 എക്സാമിനനുസരിച്ച് പ്രിപ്പയർ ആവുന്നവർക്കായിട്ടുള്ള റിവിഷൻ ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ മാക്സിമം 48 ബുക്കുകൾ നമ്മളിനകത്തിൽ ആഡ് ചെയ്തു. ഞാൻ പറഞ്ഞു ഇനിയിപ്പം നമുക്ക് സിലബസ് വലുതായിട്ട് കുത്തിരുന്ന് പഠിക്കാനോ എടുക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക്, അതുപോലെ അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതിൽ ഈസി ഉണ്ട്, ഡിഫിക്കൽട്ട് ഉണ്ട്, മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസുമായിട്ട് 48 ബുക്കുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ബൈ നൗ കൊടുക്കുക. ബൈ നൗ കൊടുക്കുമ്പോൾ ഒരു ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും, Y362, Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് 1464 രൂപ കോസ്റ്റ് ഫീ. ഫിൽ ഡീറ്റെയിൽസ്, പേരും ഫോൺ നമ്പറും, 3ാമത് പേയ്മെൻറ്റും കൊടുത്ത് കോഴ്സ് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്ത കോഴ്സ് പിന്നെ കാണാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നേരെ നിങ്ങൾ പ്ലേ സ്റ്റോറിലേക്ക് പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് അവിടെ നിങ്ങൾ Adda247 മലയാളം എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തേക്കുക. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്
രണ്ടാമത് സ്റ്റേറ്റ് എക്സാം ഉണ്ട്, അവിടെ മൂന്നാമത് കേരളയുണ്ട്. അപ്പോൾ കേരളയെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത ഫോൺ നമ്പറും മെയിൽ ഐ ഡി ഒക്കെ ചോദിക്കും. അപ്പോൾ ഇവിടെ മൈ കോണ്ടന്റ് ഉണ്ട്, അവിടെ നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സ് കാണാം. കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിച്ചിട്ട് വേണം കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പല കോമ്പറ്റേറ്റീവ് എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതിനായിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ദെൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.